ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6-ലെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ 7 ത്രൂ ദ കോണ്ടിനെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ്. മാതേ ഈസ് എ നെയിം ഓഫ് ദ റിവേർഡ് ഗോഡസ് ഓഫ് ഫിഷർമാൻ അലോങ് ദ ഗോവൻ കോസ്റ്റ് വെയർ സെഞ്ചുറീസ് എഗോ ദ പോർച്ചുഗീസ് voyaged into the annals of the history by dropping their anchor. From the Indian Ocean together we sail past the Pacific, the Atlantic and the storied capes where the waves of history crash. Between the wind and the waves, never letting each other feel lonely, we circumnavigated the sea, time and the world. Commander Ablash Tommy, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് തന്നിരിക്കുന്നത് കമാൻഡർ അഭിലാഷ് ടോമി എഴുതിയ കടലൊറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന ട്രാവലോഗിൽ നിന്നാണ്. കമാൻഡർ അഭിലാഷ് Tommy is sharing the experience of traveling across the ocean and continents. In his travelogue, Kadalottek Kshenchapol, he is the first Indian and Malayali sailor who went around the world without stopping in the sailboat named Madey of the Indian Navy. In this book, he describes how lands with unique features are spread across and are interconnected on the vast earth as he sailed from ocean to ocean. അപ്പോൾ അഭിലാഷ് ടോമി കടലൊറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ ട്രാവലോഗിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. അദ്ദേഹമാണ് ആദ്യത്തെ ഇന്ത്യക്കാരനും ആദ്യത്തെ മലയാളിയും ആയിട്ടുള്ള ഒരു നാവികൻ, സെയിലറാണ്. ഇദ്ദേഹം ഇന്ത്യൻ നേവിയിൽ നിന്ന് മാതേ എന്ന് പറഞ്ഞൊരു സെയിലിംഗ് ബോട്ടിൽ, മാതേ എന്ന് പറഞ്ഞ സെയിലിംഗ് ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോവൻ കോസ്റ്റിൽ വെച്ചിട്ടാണ്. ഗോവയിലുള്ളൊരു കോസ്റ്റിലാണ് ഈ മാതേ എന്ന് പറഞ്ഞ ഷിപ്പ് ഉണ്ടാക്കിയത്. അത് അദ്ദേഹം 2012 നവംബർ 1 ഇദ്ദേഹം മുംബൈ പോർട്ടിൽ നിന്നും യാത്ര തുടങ്ങിയത്. തിരിച്ച് 2013 ഏപ്രിൽ മാസത്തിൽ തിരിച്ചു വരികയും ചെയ്തു. മുംബൈ പോർട്ടിൽ തന്നെയാണ് തിരിച്ചു വന്നത്. പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഒരു തവണ ലോകം മുഴുവൻ ചുറ്റിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമുക്ക് എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കടലിൽ നിന്നും കടലിലേക്കും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് കടലും ലാൻഡും, അല്ലെ, കരയും കടലും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് masses that are situated among the oceans. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ എന്താണ്? കോണ്ടിനെൻറ്റ്സ്, അല്ലെ, കോണ്ടിനെൻറ്റ്സിനെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് ലാൻഡ് മാസസ്, വലിയ ലാൻഡിൻ്റെ, ഭൂമിയുടെ കഷ്ണങ്ങളാണ്. അത് ഓഷ്യനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് കംപ്രൈസ് കൺട്രീസ്. അപ്പോൾ ഓരോ കോണ്ടിനെൻറ്റിലും ഒത്തിരി കൺട്രീസ് ഉണ്ട്. ഓരോ കോണ്ടിനെൻറ്റിലും ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഈച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ഇറ്റ്സ് യുണീക്ക് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഷാൽ വി എക്സാമിൻ ദം. അപ്പോൾ ഓരോ കോണ്ടിനെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ, അതൊക്കെ നമുക്ക് നോക്കിയാലോ. മാർക്ക് ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെൻറ്റ് ഇൻ ദ ഗിവൻ മാപ്പ് ഗിവൻ ബിലോ. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടിനെൻറ്റ്സിനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ഏതൊക്കെയാണ് ആ കോണ്ടിനെൻറ്റ്സ് ഒന്ന് പറയാവോ? മാർക്ക് ചെയ്തിരിക്കുന്ന കോണ്ടിനെൻറ്റ്സ് ഏതെല്ലാമാണ്? യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇത്രയും കോണ്ടിനെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഫോർമോസ്റ്റ് ഇൻ സൈസ്. അപ്പോൾ ഏറ്റവും വലിപ്പത്തിൽ ഏറ്റവും മുൻപൻ ആരാണ്? യു നോ ദാറ്റ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഓൺ എർത്ത്. ആ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഏഷ്യ. അപ്പോൾ ഏഷ്യയാണ് ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ്, ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഏഷ്യയിലാണ് ഉള്ളത്. ഏഷ്യയിലുള്ള ഒരു രാജ്യമാണ്. ഈ ഏഷ്യ കംപ്രൈസസ് ഓൾമോസ്റ്റ് 1/3 ഓഫ് ദ ലാൻഡ് ഏരിയ ഓഫ് ദ എർത്ത്. ഭൂമിയെ 3ആയിട്ട് മുറിച്ചാൽ അതിൽ ഒരു ഭാഗം മുഴുവനും ഏഷ്യയാണ്. ഏഷ്യ കൈയടക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കോണ്ടിനെൻറ്റ്സും കൂടി ചേർന്നിട്ടാണ് ബാക്കി 2 ഭാഗവും ആകുന്നത്. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബോർഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏഷ്യയുടെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏഷ്യക്ക് ഏതൊക്കെയാണ് ബോർഡേഴ്സ് ഉള്ളത്? ഈസ്റ്റിൽ പസഫിക് ഓഷ്യൻ, വെസ്റ്റിൽ യൂറോപ്പ്, സൗത്തിൽ ഇന്ത്യൻ ഓഷ്യൻ, നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ ഇത്രയാണ് ഏഷ്യയുടെ ബോർഡേഴ്സായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത
ഭാഗം നോക്കാം. ഓൺ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് എ ലാൻഡ് ബോർഡർ. അപ്പോൾ ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ലാൻഡ് ബോർഡർ വന്നിട്ടുള്ളത്? വെസ്റ്റേൺ സൈഡിലാണ് ലാൻഡ് ബോർഡർ വരുന്നത്. ദ ഉറാൽ മൗണ്ടൻ റേഞ്ചസ് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ഏഷ്യ സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഉറാൽ മൗണ്ടൻസ് ആണ്. ഈ ഉറാൽ മൗണ്ടൻസ് മാത്രമല്ല, അവിടെ മെഡിറ്ററേനിയൻ സീയും ഒരു കോംപ്ലക്സ് ബോർഡറാണ് അവിടെ ഉള്ളത്. ഈ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഒരു സെപ്പറേഷനിൽ ഒരു കോംപ്ലക്സ് ബോർഡറാണ് ഉള്ളത്. നമ്മൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത് ഉറാൽ മൗണ്ടൻസ് മാത്രമാണ്. ലെറ്റ് us ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് സം ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഹിമാലയൻ മൗണ്ടൻസ് വെയർ ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഏഷ്യ. അപ്പോൾ ഹിമാലയ ഉള്ള മൗണ്ട് എവറസ്റ്റ്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് ഉള്ളത്? ഏഷ്യയിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്, അല്ലേ? ഏറ്റവും വലിയ മൗണ്ടൻ പീക്കാണ്. വിച്ച് അതർ മൗണ്ടൻസ് ഇൻ ഏഷ്യ. ഇനി ഏഷ്യയിലുള്ള മറ്റുള്ള മൗണ്ടൻസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിൽ കുറച്ച് എഴുതിയിട്ടുണ്ട് മൗണ്ടൻസിൻ്റെ പേര്. അൽ ഹസർ, അലഗല്ല ശ്രീലങ്കയിലും, കർക്കിസ്ഥാൻ, ഇറാൻ, റഷ്യ, മംഗോളിയ, സൗദി, യമൻ, പാകിസ്ഥാൻ, ജപ്പാൻ, ഇന്ത്യയിലുള്ളതും റഷ്യ, ഇസ്രായേൽ, ടർക്കി, ഇവിടെയൊക്കെയുള്ള മൗണ്ടൻസിൻ്റെ പേരുകൾ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഹിമാലയാസ് ആൻഡ് അതർ മൗണ്ടൻസ് യൂസിങ് അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഹിമാലയത്തിനെ മറ്റുള്ള മൗണ്ടൻസിനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൽ അറ്റ്ലസ് ഉണ്ടാവുമല്ലോ, അറ്റ്ലസ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് വന്നിട്ട് ഇൻ അഡീഷൻ ടു മൗണ്ടൻസ് ഡെസേർട്ട്, പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റൂസ് ആർ ഓൾസോ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. ഇപ്പോൾ മൗണ്ടൻസ് മാത്രമല്ല, പർവ്വതങ്ങൾ മാത്രമല്ല, മരുഭൂമിയുണ്ട്, സമതലങ്ങളുണ്ട്, പീഠഭൂമിയുണ്ട്. ഇതെല്ലാം ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്, ഭൂപ്രദേശങ്ങളാണ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഫീച്ചേഴ്സുമാണ്. മെനി റിവേഴ്സ് ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഒത്തിരി നദികൾ ഈ ഒരു ഭൂഖണ്ഡത്തിലൂടെ ഒഴുകുന്നുണ്ട്. യാങ്സി ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ. അപ്പോൾ യാങ്സിയാണ് ഏറ്റവും നീളം കൂടിയ നദി. ഡെസേർട്ട്സ് ആർ റീജിയൻ വിത്ത് ലോ റെയിൻഫോൾ. ഈ യാങ്സി നദി ഒഴുകുന്നത് ചൈനയിൽ കൂടിയാണ് കേട്ടോ. ഡെസേർട്ട്സ് ആർ ദ റീജിയൻസ് വിത്ത് വെരി ലോ റെയിൻഫോൾ. ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഡെസേർട്ട്, മരുഭൂമി. ആൻഡ് വാസ്റ്റ് എയറിഡ് ലാൻഡ് ഏരിയാസ്. അതുകൂടാതെ വരണ്ട കാലാവസ്ഥയായിരിക്കും ഈ ഡെസേർട്ടിലുണ്ടാവുന്നത്. ഡെസേർട്ട്സ് ദാറ്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം ഹീറ്റ് ആർ ഹോട്ട് ഡെസേർട്ട്. അപ്പോൾ വളരെ ചൂടുള്ള ഡെസേർട്ടുകളാണ് ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദോസ് വിത്ത് എക്സ്ട്രീം കോൾഡ് ആർ കോൾഡ് ഡെസേർട്ട്. വളരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഡെസേർട്ടുകളുണ്ട്. ഈ മംഗോളിയയുടെയും ചൈനയുടെയൊക്കെ ബോർഡറിൽ മഞ്ഞ് മൂടിയ ഡെസേർട്ട് ഉണ്ട്. ആ ഡെസേർട്ടുകൾ ഗോബി ഡെസേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കോൾഡ് ഡെസേർട്ടുകൾ. ഇനി പ്ലെയിൻസ് ആണ്, സമതലങ്ങൾ. ലാൻഡ് ഏരിയ ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കോൾഡ് പ്ലെയിൻസ്. ഭൂമിയിലെ പ്രദേശം അത് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന പ്രദേശത്തിനാണ് സമതലം എന്ന് പറയുന്നത്. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോം ഫ്രം ദ സെഡിമെൻറ്റ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. അപ്പോൾ അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എക്കൽ സമതലങ്ങളാണ്. എക്കൽ സമതലങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ നദിയിൽ നിന്നും ഒഴുകി വരുന്ന എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ ഈ ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണായിരിക്കും, ഒഴുകി വരുന്ന മണ്ണ്. അതെല്ലാം കൂടി അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് എക്കൽ സമതലങ്ങൾ. അപ്പോൾ അത് വളരെ ഫലപുഷ്ടമായിരിക്കും. സെഡിമെൻറ്റ്സ്, അതിങ്ങനെ സെഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ വന്ന് അടിഞ്ഞു കൂടുക എന്നാണ് അർത്ഥം. അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അലൂവിയൽ പ്ലെയിൻസ് ഉണ്ടാകുന്നത്. ദീസ് ആർ ജനറലി ഫെർട്ടൈൽ. ഇത് ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കും. പ്ലാറ്റൂസ്. ഇനി അടുത്തത് പീഠഭൂമി. ലാൻഡ് ഏരിയ ദാറ്റ് ആർ എലിവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ് റീജിയൻ ആൻഡ് വിത്ത് എ കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് സർഫസ് ആർ കോൾഡ് പ്ലാറ്റൂസ്. അപ്പോൾ ഒരു പ്രദേശം മറ്റുള്ള പ്രദേശത്ത് നിന്ന് കുറച്ച് ഉയർന്ന് എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന സമതലമായിട്ടുള്ളൊരു പ്രദേശത്തിനാണ് എന്ത് പറയുന്നത്? പ്ലാറ്റൂ എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള പ്രദേശങ്ങളിൽ വെച്ച് കുറച്ച് ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത ഭാഗം നോക്കാം. The following are the pictures of certain geographical features found in Asia. അപ്പോൾ ഏഷ്യയിലുള്ള കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ടു വിച്ച് ലാൻഡ് ഫോം കാറ്റഗറി ദേ ബിലോങ് ടു ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയ മൗണ്ടൻസ് ആണ്, മാഞ്ചൂരിയൻ പ്ലെയിൻ ആണ്, ഥാർ ഡെസേർട്ട് ആണ്, ലഡാക്ക് കോൾഡ് ഡെസേർട്ട് ആണ്. ലഡാക്കിൽ കോൾഡ് ഡെസേർട്ട് ഉണ്ട്. യാങ്സെ റിവർ വാലിയാണ്. യാങ്സെ നദി ഞാൻ പറഞ്ഞല്ലോ. ഡെക്കാൻ പ്ലാറ്റു ആണ്, പീഠഭൂമിയാണ്. ക്ലൈമറ്റ്
climate of Asia is also diverse, just like its geography. As the northern part of Asia is lying close to the polar region, it experiences extreme cold. ഇപ്പോൾ ക്ലൈമറ്റിലും കാലാവസ്ഥയിലും വ്യത്യാസങ്ങളുണ്ട്. നോർത്തേൺ പാർട്ട് എന്ന് പറയുമ്പോൾ വടക്ക് വശം, വടക്ക് ഭാഗത്ത് പോളാർ റീജിയനുമായിട്ട് അടുത്തായതുകൊണ്ട് അവിടെ ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക. ദ ഈസ്റ്റേൺ പാർട്ട് എക്സ്പീരിയൻസസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ബിക്കോസ് ഓഫ് ദ പ്രോക്സിമിറ്റി ഓഫ് ദി ഓഷ്യൻ. അപ്പോൾ ഈസ്റ്റേൺ പാർട്ടിൽ എങ്ങനെയുള്ള ക്ലൈമറ്റാണ്? ചൂടും തണുപ്പും മിശ്രിതമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. മോഡറേറ്റ് ഹീറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഓഷ്യനുമായിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. സിൻസ് ദ സദേൺ റീജിയൻ ഈസ് ക്ലോസ് ടു ദ ഇക്വേറ്റർ, ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആൻഡ് ഹാസ് ഹെവി റെയിൻഫോൾ. ഈ സദേൺ റീജിയൻ ഭൂമധ്യരേഖ പ്രദേശം ആയതുകൊണ്ട് അവിടെ ചൂട് കൂടുതലായിരിക്കും, ഹ്യൂമിഡിറ്റി ഉണ്ടാകും, ഹെവി റെയിൻ, ഈർപ്പമുള്ള ഒരു കാലാവസ്ഥയായിരിക്കും, നല്ല മഴയും കിട്ടും. ഇൻ ദ എയറിഡ് വെസ്റ്റേൺ റീജിയൻ ദ ടെമ്പറേച്ചർ ഇസ് ജനറലി ഹൈ. ഇനി വരണ്ട കാലാവസ്ഥയാണ് പടിഞ്ഞാറ് വശത്തുള്ളത്. അവിടെ താപനില നല്ല കൂടുതലായിരിക്കും. ഇനി അടുത്ത പാർട്ട് നോക്കാം. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. സൈബീരിയ, ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ്. Arabian Desert, the region that experiences extreme heat. Mawsynram, the region with highest rainfall in the world. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻഡ്രാം. അതൊന്ന് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക, മൗസിൻഡ്രാം. ഇനി അടുത്തത് ഫ്ലോറ ആൻഡ് ഫ്യൂണ. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമാറ്റിക് വേരിയേഷൻസ് എ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ക്യാൻ ബി സീൻ ഇൻ ഏഷ്യ. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ വ്യതിയാനം അനുസരിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും ചെടികളും ഫലമൂലാദികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏഷ്യയിൽ. അതിനകത്ത് ഒരെണ്ണം റെഫ്ലേഷ്യ തന്നിട്ടുണ്ട്, നീലക്കുറിഞ്ഞി തന്നിട്ടുണ്ട്, സ്നോ ലെപ്പേർഡ് തന്നിട്ടുണ്ട്, റെഡ് പാൻഡ തന്നിട്ടുണ്ട്. ഇത്രയും ഫ്ലോറയും ഫ്യൂണയാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഇതല്ലാതെ ഇതിൽ കൂടുതൽ ഫ്ലോറ ഫ്യൂണ ഉണ്ട്. അത് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ, ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക. ഹ്യൂമൻ ലൈഫ്. ഏഷ്യ ഈസ് എ കോണ്ടിനെൻറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. 60% ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിസൈഡ്സ് ഇൻ ഏഷ്യ. അപ്പോൾ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. 60%, ലോകത്തിൻ്റെ 60% ജനസംഖ്യ ഏഷ്യയിലാണ്. മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവിങ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയാണ്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ് ഏഷ്യ, ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യ. ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് വേരിയസ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് റിലീജിയൻ. ഏഷ്യയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരവും ഭാഷയും മതവും ഒക്കെ ഉണ്ട്. ദർ ആർ ബർസ്റ്റിംഗ് സിറ്റീസ് ലൈക്ക് ടോക്കിയോ, മുംബൈ ആസ് വെൽ ആസ് വില്ലേജസ് വിത്ത് വെരി ലോ പോപ്പുലേഷൻ ഇൻ ഏഷ്യ. അപ്പോൾ ഏഷ്യയിൽ തന്നെ ടോക്കിയോയും മുംബൈയും പോലെയുള്ള വളരെ തിരക്കേറിയ നഗരങ്ങളും ആൾതാമസം ഏറ്റവും കുറവുള്ള ഗ്രാമങ്ങളും ഏഷ്യയിൽ കാണാൻ സാധിക്കും. ക്രോസിംഗ് ദ സവനാസ്, ദ സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ. അടുത്ത നമുക്ക് സഹാറയിലേക്കും കോങ്കോ ബേസിനിലേക്കൊക്കെ പോകാം. ഹാവൻ യു ഹേർഡ് ഓഫ് ദ ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇക്വേറ്റർ, ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടി കടന്നു പോകുന്ന ഒരു കോണ്ടിനെൻ്റ് ഉണ്ട്. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആഫ്രിക്കയാണ്. ദിസ് കോണ്ടിനെൻ്റ് ഹാസ് ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് റേഞ്ചസ് ഫ്രം എക്സ്പാൻസീവ് സവനാസ് ഗ്രാസ് ലാൻഡ് ടു ഡെൻസ് റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻറ്റിൽ ഒരു ഗ്രാസ് ലാൻഡിൻ്റെ പേര് സവനാസ് എന്നാണ്. സവന എന്ന് പറഞ്ഞ ഗ്രാസ് ലാൻഡും അതിൻ്റെ കൂടെ തന്നെ നല്ല മഴക്കാടുകളും ഉണ്ട്. ഫൈൻഡ് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക ഫ്രം ദ മാപ്പ്. മാപ്പിൽ നിന്ന് നാച്ചുറൽ ബോർഡേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പ്, ഏഷ്യ, മെഡിറ്ററേനിയൻ സീ, സ്ട്രെയ്റ്റ് ഓഫ് ഗിബ്രാൾട്ടർ ഇൻ നോർത്ത്, ഇന്ത്യൻ ഓഷ്യൻ സൗത്തിൽ, അറ്റ്ലാന്റിക് ഓഷ്യൻ വെസ്റ്റിൽ, ഇന്ത്യൻ ഓഷ്യൻ വീണ്ടും ഈസ്റ്റും വെസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ആഫ്രിക്കയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഒബ്സർവ് ദ ഗ്ലോബ്. ദിസ് ഈസ് എ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സ്പ്രെഡ് ഓൾമോസ്റ്റ് ഈക്വലി ഇൻ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയർ രണ്ടിലുമായിട്ടാണ് കിടക്കുന്നത്. സഹാറ, ദ ലാർജസ്റ്റ് ഹോട്ടസ്റ്റ് ഡെസർട്ട് in the world, and the Congo River Basin covered with tropical rainforest are the features of this continent. ഇപ്പോൾ ഈ ഒരു ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും ചൂടുള്ള സഹാറ ഡെസേർട്ടും കോങ്കോ റിവർ ബേസിൻ എന്ന് പറഞ്ഞ
ഒരു മഴക്കാടുകളുള്ളത്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് മഴക്കാടുകളാണത്. മഴക്കാടുകളുള്ളത് ഈ ഒരു ഭൂഖണ്ഡത്തിലാണ്. ഐഡൻറ്റിഫൈ ദ സഹാറ ആൻഡ് കോങ്കോ ബേസിൻ. കോങ്കോ ബേസിനും സഹാറയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു മാപ്പിൽ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക, അതൊന്ന് പഠിച്ച് വെക്കുക. മിക്കവാറും ഒരു 10th ക്വസ്റ്റ്യൻ പേപ്പറിന് അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ ഉണ്ടാകുമായിരിക്കും. അറിയില്ല, ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. മേ ബി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിവർ നൈൽ വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിൽ കൂടിയാണ് റിവർ നൈൽ ഒഴുകുന്നത്. ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ നദിയാണ് റിവർ നൈൽ. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ് ഇസ് കിളിമഞ്ചാരോ. മൗണ്ട് കിളിമഞ്ചാരോ ആണ് ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഐഡൻറ്റിഫൈ ദ അതർ മൗണ്ടൻസ് ഇൻ ആഫ്രിക്ക ഫ്രം അറ്റ്ലസ് ആൻഡ് റൈറ്റ് ഡൗൺ. അറ്റ്ലസിൽ നോക്കി വേറെ കുറേ മൗണ്ടൻ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ താഴെ എഴുതിയിട്ടുണ്ട് 2-3 മൗണ്ടൻസിൻ്റെ പേര്. ഇനി അടുത്തത് സഹാറ ഡെസേർട്ടാണ്. സഹാറ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ദിസ് ഡെസേർട്ട് വിത്ത് വാസ്റ്റ് സാൻഡ് ഡ്യൂൺസ് ആൻഡ് റോക്കി പ്ലാറ്റൂസ് ഈസ് എ ഹാബിറ്റഡ് ഓഫ് വേരിയസ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. അപ്പോൾ ഈ സഹാറ ഡെസേർട്ടാണ് ഏറ്റവും ചൂടുള്ള ഏറ്റവും വലിയ ഡെസേർട്ട് ലോകത്തിലുള്ള. ഇവിടെ നിറയെ മണൽ കുന്നുകളുണ്ട്. പിന്നെ അതുപോലെ റോക്കി പ്ലാറ്റൂസ്, പാറക്കൂട്ടങ്ങളാണ്, പീഠഭൂമികൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ഒരു ഹാബിറ്ററ്റാണ്, വാസസ്ഥലമാണ്. എത്നിക് ട്രൈബ്സ് ഹു അഡാപ്റ്റ് ടു അഡ്വേഴ്സ് കണ്ടീഷൻ ടു സർവൈവ് ആർ ഓൾസോ ദ ഫീച്ചർ ഓഫ് സഹാറ. ഈ സഹാറ ഡെസേർട്ടിലെ എത്നിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായ വംശീയ ഗോത്രത്തിലുള്ള ആളുകളാണ് ഈ എത്നിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ. ഹു അഡാപ്റ്റ് ടു അഡ്വേഴ്സ് കണ്ടീഷൻ, അവർക്ക് ഈ ഒരു സാഹചര്യമായിട്ട് ഒക്കെ ജീവിക്കാൻ സാധിക്കുന്ന ആളുകളാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് അടുത്തത് വന്നിട്ടുള്ളത്. Tropical rainforests are the rich and dense forests in the equatorial region. This region experiences extreme heat and receives high rainfall throughout the year. These forests are called rainforests because they grow in regions with heavy rain. അപ്പോൾ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് അടുത്തത്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനകത്ത് ഡെൻസ് ഫോറസ്റ്റ് ആണ്, നല്ല ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള നല്ല നിബിഡ വനമാണ്. ഇവിടെ ഹീറ്റും ഉണ്ടാകും, ചൂടും ഉണ്ടാകും, അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥ, എന്താണ്, നല്ല റെയിൻഫോളുള്ള കാലാവസ്ഥയാണ്. ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവനും മഴ ലഭിക്കുന്ന സ്ഥലമാണ്. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് റെയിൻ ഫോറസ്റ്റ് ബിക്കോസ് ദേ ഗ്രോ ഇൻ എ റീജിയൻ വിത്ത് ഹെവി റെയിൻ. നല്ല മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ്, എപ്പോഴും വർഷം മുഴുവനും മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് റെയിൻ ഫോറസ്റ്റിന് പേര് വന്നിട്ടുള്ളത്. എ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ക്യാൻ ബി സീൻ ദിസ് റെയിൻ ഫോറസ്റ്റ്. ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ കുറേ പക്ഷികളെയും മൃഗങ്ങളെയും ചെടികളെയും സസ്യങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റെയിൻ ഫോറസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുടെ ഒരു വാസസ്ഥലമാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്യാൻ ബി സീൻ ഇൻ ആമസോൺ ഇൻ സൗത്ത് അമേരിക്ക, കോങ്കോ ഇൻ ആഫ്രിക്ക, മലേഷ്യ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കോങ്കോ, ആഫ്രിക്കയിലുള്ള കോങ്കോയിൽ, മലേഷ്യ, സൗത്ത് ഈസ്റ്റേൺ ഏഷ്യയിലെ ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് റെയിൻ ഫോറസ്റ്റ് കാണാൻ സാധിക്കും. ഇനി കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഓൺ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലാർജസ്റ്റ് ഡെസേർട്ട് സഹാറ, ഹയസ്റ്റ് മൗണ്ടൻ കിളിമഞ്ചാരോ, റിവർ ബേസിൻ കോങ്കോ ബേസിനാണ്, ഗ്രാസ്ലാൻഡിൻ്റെ പേര് സവനാസ് ആണ്. ഇനി ക്ലൈമറ്റ് എന്താണെന്ന് നോക്കാം. ആഫ്രിക്ക, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഈക്വലി സ്പ്രെഡ് ഓൺ either side of equator, generally experiences hot climate. Still regional differences are also there. Moderate climate is experienced along the coastal areas and in the region belong to the temperate zone. അപ്പോൾ ഇതൊരു സാധാരണ ക്ലൈമറ്റ് ആണ് ഉള്ളത്. ഇക്വേറ്ററിന് അടുത്തായതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ എന്തുണ്ടാകും, ചൂട് കൂടുതലുണ്ടാവാറുണ്ട്. പിന്നെ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് കോസ്റ്റൽ ഏരിയാസ്, തീരദേശത്ത് ഉള്ളത് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. ടെമ്പറേറ്റ് സോണിലാണ് ഈ തീരദേശം കിടക്കുന്നത്, അതുകൊണ്ട് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് അവർക്കുള്ളത്. ഫ്ലോറ ആൻഡ് ഫ്യൂണ. സവന ഗ്രാസ്ലാൻഡ് ആൻഡ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. സവന ഗ്രാസ്ലാൻഡിലും പുൽമേടുകളിലും അതുപോലെ മഴക്കാടുകളിലും ഒത്തിരി ജീവിവർഗ്ഗങ്ങളും സസ്യവർഗ്ഗങ്ങളും ഉണ്ട്. ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് ആനിമൽസ് ഇൻ സെറിംഗിറ്റി ഈസ് എ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസണൽ മൈഗ്രേഷനാണ്. അപ്പോൾ എന്താണ് സീസണൽ മൈഗ്രേഷൻ എന്ന് നോക്കാം. അതിന് മുമ്പ് സം ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് ആഫ്രിക്ക ആർ ഗിവൺ.
ബോബോ ട്രീ എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാകും, വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ചൂട് കൂടുന്ന സമയങ്ങളിൽ നദിയൊക്കെ വറ്റി വരളുന്ന സമയങ്ങളിൽ ഈ ആഫ്രിക്കയിലുള്ള എത്നിക് ട്രൈബ്സ്, ആഫ്രിക്കയിൽ കൂടുതലും ട്രൈബ്സ് ആണുള്ളത്, ഗോത്രവർഗ്ഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ ട്രീയിൽ പോയി ഒരു ഹോൾ ഉണ്ടാക്കും, ഈ ഹോളിൽ കൂടി വെള്ളം വരും. അപ്പോൾ ആ വെള്ളം എടുത്തിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതാണ് ഈ ബാബോ ട്രീയുടെ പ്രത്യേകത. പിന്നെ ബ്ലാക്ക് റൈനോ അവിടുത്തെ പ്രത്യേകതയാണ്. വൈൽഡ് ഡോഗ്സ് അവിടെ ഉണ്ടാകാറുണ്ട്. ഇനി സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറഗ്നിറ്റി. ദ സീസണൽ മൈഗ്രേഷൻ ഇൻ ആഫ്രിക്ക ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഫിനോമിന ഓഫ് ലോങ് ജേർണി അണ്ടർടേക്കൻ ബൈ ആനിമൽസ് ആൻഡ് ബേർഡ്സ് as per ദ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം മൂലവും കാലാവസ്ഥ വ്യതിയാനം മൂലം പക്ഷികളും മൃഗങ്ങളും എന്ത് ചെയ്യും, ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ നിന്നും കെനിയയിലേക്ക് അവർ മൈഗ്രേഷൻ നടത്തും. വർഷത്തിൽ ഒരു തവണ ടാൻസാനിയയിൽ നിന്ന് കെനിയയിലേക്ക് പോകും. ആ ഒരു 3 മാസം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, കെനിയയിൽ നിന്ന് തിരിച്ച് ടാൻസാനിയയിലേക്കും വരും. അതാണ് സീസണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മില്യൺസ് ഓഫ് സീബ്രാസ്, ഗസെയിൽസും സീബ്രാസും അത് മാത്രമല്ല കാട്ടുപോത്തുകളുണ്ട്. പിന്നെ കാട്ടുപോത്തുകളും ആനകളൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണം നമ്മൾ കാണാറുണ്ട്. നാഷണൽ ജോഗ്രഫിക്കിലൊക്കെ നമുക്ക് കാണിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ദീസ് മൈഗ്രേഷൻ പ്രൂവ് ദാറ്റ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ഹാബിറ്ററ്റ് ത്രൂ ഔട്ട് ആഫ്രിക്ക ഈസ് ക്രൂഷ്യൽ ഫോർ ദ സസ്റ്റൈനൻസ് ഓഫ് ലിവിങ് ബീങ്സ്. അപ്പം ആവാസ വ്യവസ്ഥ ഒരു ഇക്വിലിബ്രിയത്തിൽ, ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ സീസണൽ മൈഗ്രേഷൻ ചെയ്യുന്നത്. എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് താമസിച്ച് അവിടുത്തെ ഫുഡ് തീർന്നു പോകും, അവിടെ നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ ഇവർ മരിച്ചു പോകും. ഭക്ഷണം ഇല്ലാതെയും ഈ ക്ലൈമറ്റിൻ്റെ വ്യതിയാനം മൂലവും മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ക്ലൈമറ്റ് മാറുന്നതനുസരിച്ചിട്ട് മറ്റൊരു പ്ലേസിലേക്ക് പോകും. അവിടെ ചെന്ന് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് കുറച്ച് സമയം ജീവിച്ച് അവിടുത്തെ കാലാവസ്ഥ മാറാൻ തുടങ്ങി കഴിയുമ്പോൾ, അവിടുത്തെ ഭക്ഷണത്തിന് ലഭ്യത കുറയാൻ തുടങ്ങി കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ടാകും, ഇവിടെ പഴയ പോലെ ആയിട്ടുണ്ടാകും. ഹ്യൂമൻ ലൈഫ്. മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ആഫ്രിക്ക ലിവ്സ് ഇൻ വില്ലേജസ് ആൻഡ് എൻഗേജസ് ഇൻ അഗ്രികൾച്ചർ. ഇപ്പം കൂടുതൽ ആൾക്കാരും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. അവരെല്ലാവരും കൃഷിപ്പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആഫ്രിക്ക ഈസ് എ ലാൻഡ് റിച്ച് ഇൻ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി. ഭാഷാപരമായും സാംസ്കാരികപരമായും ചരിത്രപരമായും വളരെ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമാണ് ആഫ്രിക്ക. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ് വിച്ച് വാസ് വൺ ഓഫ് ദ ഏൻഷ്യൻ സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഉത്ഭവിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി. ഈജിപ്ഷ്യൻ പിരമിഡ്സ് എക്സിസ്റ്റ് ആസ് ആൻ എവിഡൻസ് ഓഫ് ഏൻഷ്യൻ ആർക്കിടെക്ചറൽ എക്സ്പെർട്ടൈസ്. ഇപ്പോൾ പുരാതന വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പിരമിഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഫ്രം ദ റോക്കീസ് ടു ദ അപ്ലാച്ചിയൻസ്. പിന്നെ റോക്കിയിൽ നിന്നും അപ്ലാച്ചിയനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ കോണ്ടിനെന്റ് ദാറ്റ് ഇസ് സറൗണ്ടഡ് ബൈ പസഫിക്, ദ അറ്റ്ലാന്റിക് ആൻഡ് ദ ആർട്ടിക് ഓഷൻ. പസഫിക്കും അറ്റ്ലാന്റിക്കും ആർട്ടിക് ഓഷനും ഇത് മൂന്നും കൂടി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോണ്ടിനെൻ്റ് ഉണ്ട്. അതൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോർത്ത് അമേരിക്കയാണ് ഈ കോണ്ടിനെൻ്റ്. നോർത്ത് അമേരിക്ക ഈസ് എ കോണ്ടിനെൻ്റ് ദാറ്റ് ഹാസ് സം ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നോർത്ത് അമേരിക്കയിലാണ് ലോകത്തിൻ്റെ കുറേ അധികം പുരോഗതി പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങളും വലിയ വലിയ നഗരങ്ങളുള്ളത്. ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർത്ത് അമേരിക്ക ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ്. ഈ രാജ്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ ആ ഒരു ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും കാരണമായിട്ടുണ്ട്. ഫൈൻഡ് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയുടെ നാച്ചുറൽ ബോർഡേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, പസഫിക് ഓഷൻ, ദ Caribbean Sea. Appalachian and Rocky Mountains are the two major mountain ranges situated in the North America. അപ്പോൾ അപ്ലാച്ചിയൻ മൗണ്ടനും റോക്കി മൗണ്ടനും ആണ് നോർത്ത് അമേരിക്കയിലുള്ള 2 മൗണ്ടൻ റേഞ്ചസ്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദീസ് മൗണ്ടൻ റേഞ്ചസ് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ്. അറ്റ്ലസ് നോക്കി മൗണ്ടൻ റേഞ്ചസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക, കാരണം ചിലപ്പോൾ ചോദിക്കാം. ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ഇൻ ദിസ് കോണ്ടിനെൻറ്റ് ആർ നോൺ ആസ് ദ ഗ്രേറ്റ് പ്ലെയിൻസ്. അപ്പോൾ ഇവിടെയുള്ള അമേരിക്കയിലുള്ള ഫെർട്ടൈൽ പ്ലെയിൻസ്, സമതലങ്ങളെ പറയുന്ന പേരെന്നാണ് ഗ്രേറ്റ് പ്ലെയിൻസ് എന്നാണ്. ദ പെരേറീസ് ആർ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള ഗ്രാസ് ലാൻഡ് പുൽമേടുകളുടെ പറയുന്ന പേരാണ്. സെവറൽ റിവേഴ്സ് ഇൻക്ലൂഡിങ് ദ മിസൗറി ആൻഡ് മിസിസിപ്പി ആർ ദെയർ ഇൻ നോർത്ത് അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയിലാണ് വ്യത്യസ്തമായ നദികളുള്ളത്. മിസൗറി, മിസിസിപ്പി ഒക്കെ ഈ നോർത്ത് അമേരിക്കയിലാണ് ഉള്ളത്. 5 ഫ്രഷ് വാട്ടർ ലേക്സ് which are known as the 5 Great Lakes are also there in this continent. ഇപ്പോൾ 5 ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്, അതും ഈ കോണ്ടിനെൻറ്റിനാണ് ഉള്ളത്. The Grand Canyon, which is a huge valley situated in Arizona in North America, is a wonder of the nature. അപ്പോൾ ഗ്രാൻഡ് കാനിയോൺ എന്ന് പറഞ്ഞിട്ട് അരിസോണയിലുള്ള ഒരു വാലിയാണത്. ആ വാലിയും ഒരു
അത്ഭുതമാണ്, ഇവിടെയുള്ളൊരു അത്ഭുതം തന്നെയാണ്. ഇനി ഗ്രാൻഡ് കാനിയനെ പറ്റി ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഗ്രാൻഡ് കാനിയൻ ഈസ് എ ഹ്യൂജ് വാലി വിച്ച് ഇസ് അബൌട്ട് 446 കിലോമീറ്റർ ലോങ്, അപ് ടു 29 കിലോമീറ്റർ വൈഡ് ആൻഡ് മോർ ദാൻ 1500 മീറ്റേഴ്സ് ഡീപ്പ്. ഇപ്പോൾ 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 കിലോമീറ്റർ ആഴവുമുള്ളൊരു വാലിയാണ് ഗ്രാൻഡ് കാനിയൻ. ദിസ് ഹ്യൂജ് വാലി വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്ഷൻ ഓഫ് റിവർ കൊളറാഡോ റിവർ നദി ഇതുവഴി ഒഴുകിയത് കൊണ്ടാണ്, അത് വർഷങ്ങളായി അതുവഴി ഒഴുകി ആ ഒരു നദിയുടെ ഫോഴ്സ് കൊണ്ടാണ് ഈ ഒരു കാനിയനായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. ദിസ് ഈസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമാണ്. ക്ലൈമറ്റ്. നോർത്തേൺ റീജിയൻ ഓഫ് കോണ്ടിനെന്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ആസ് ഇറ്റ് ഈസ് ലൈങ് ക്ലോസ് ടു ദി പോളാർ റീജിയൻ. ഇപ്പോൾ പോളാർ റീജിയനുമായിട്ട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് നോർത്തേൺ റീജിയനിൽ എന്താണ്, തണുപ്പായിട്ടുള്ള ക്ലൈമറ്റാണ് ഉള്ളത്. ദ ടെമ്പറേച്ചർ റിലേറ്റീവ്ലി ഇൻക്രീസസ് വൈൽ മൂവിങ് ഫ്രം നോർത്ത് ടു ദ സൗത്ത്. ഇപ്പോൾ സൗത്തിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഇനി കാലിഫോർണിയ പോപ്പി, സഗുറോറ്റോ കാറ്റസ്, മൂസ്, ഇതെല്ലാമാണ് അവിടുത്തെ ഫ്ലോറയും ഫ്യൂണയും. നോർത്ത് അമേരിക്ക ഈസ് എ ഹാബിറ്റഡ് ഓഫ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. സെഗ്യോറ്റ ഫോറസ്റ്റ് ഇൻ വെസ്റ്റ്, ഗ്രാസ്ലാൻഡ്സ് ഇൻ ദ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ എക്സാമ്പിൾസ് ഫോർ ദിസ്. അപ്പോൾ സഗ്യോറ്റ ഫോറസ്റ്റും ഗ്രാസ് ആണ് ഇവിടുത്തെ പ്രത്യേകത. ഹ്യൂമൻ ലൈഫിനെ പറ്റി നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആൻഡ് കാനഡ ആർ റിനൗഡ് ഫോർ ദർ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്. ഈ ജീവിത നിലവാരം വളരെ ഉയർന്നാണ് ഇരിക്കുന്നത് അമേരിക്കയിലും കാനഡയിലും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും കാനഡയിലും അവർ ടെക്നോളജിക്കലി നമ്മളെക്കാളൊക്കെ മറ്റുള്ളവരെക്കാളും ഉയർന്നാണ് നിൽക്കുന്നത്. ലാർജ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ദ വേൾഡ് സച്ച് ആസ് ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് ആൻഡ് മെക്സിക്കോ ആർ സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയിലാണ് മെട്രോപൊളിറ്റൻ സിറ്റികളായ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ എൻറിച്ച് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഹിയർ. ഇവിടുത്തെ കർഷകരെ സ്വാധീനിക്കുന്നത് അവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള ക്ലൈമറ്റാണുള്ളത്, അതുപോലെ ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണുള്ളത്. അതുകൊണ്ട് കൃഷി അവിടെ മിക്കവരും കൃഷി ചെയ്യുന്നത്. കാർഷിക മേഖലക്ക് നല്ല പുരോഗതിയുണ്ട്. ഇന്യൂട്സ് ഹു ലിവ് ഇൻ ദ സ്നോയി ഏരിയാസ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ ഇന്യൂട്സ് അല്ലെങ്കിൽ എസ്കിമോ. ഇന്യൂട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ഗോത്രവാസികൾ എന്ന് തന്നെയാണ് പറയുന്നത്. എസ്കിമോകൾ ഇവർ മഞ്ഞിലാണ് താമസിക്കുന്നത്. മഞ്ഞ് പ്രദേശമായതുകൊണ്ട് ആ മഞ്ഞ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഇവർ. Imagine yourself as a tourist guide who provides necessary information to the tourists to visit North America and prepare a description of the characteristics of this continent. അപ്പോൾ നമ്മൾ യെല്ലോ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു നോട്ട് കിട്ടും. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതുന്നില്ല. നമുക്കിതിനകത്തുള്ള ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നോട്ടായി. ഫ്രം ദ ആമസോൺ ബേസിൻ, ഹാവൻറ്റ് യു ഹേർഡ് അബൌട്ട് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്? ഇനി ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ പറ്റിയാണ്. ദീസ് ആർ കോൾഡ് ദ ലങ്സ് ഓഫ് ദി എർത്ത്. ഇപ്പോൾ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ് ശ്വാസകോശം, ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ഇതിനെ പറയുന്നത്. ആമസോൺ ഫോറസ്റ്റ് വിച്ച് ഈസ് ഹാബിറ്റഡ് ഓഫ് ഹ്യൂജ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. പക്ഷിമൃഗാദികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ് ഈസ് ഇൻ സൗത്ത് അമേരിക്ക. ഇതെല്ലാം എവിടെയാണുള്ളത്? സൗത്ത് അമേരിക്കയിലാണുള്ളത്. ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡർ ഓഫ് സൗത്ത് അമേരിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ സൗത്ത് അമേരിക്കയുടെ നാച്ചുറൽ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡിസ് മൗണ്ടൻ റേഞ്ചസ് വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ആമസോൺ ദ ലാർജസ്റ്റ് റിവർ ഓൺ എർത്ത് ആർ ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ ആൻഡിസ് മൗണ്ടൻ റേഞ്ച് ഏറ്റവും നീളം കൂടിയ മലനിരകളാണ് ആൻഡിസ് മൗണ്ടൻ. അതുപോലെ തന്നെ ആമസോൺ റിവർ ഏറ്റവും വലിപ്പമുള്ള റിവറാണ് ആമസോൺ റിവർ. ഇതും എവിടെയാണുള്ളത്? സൗത്ത് അമേരിക്കയിലാണുള്ളത്. ദ മേജർ പാർട്ട് ഓഫ് വാസ്റ്റ് ആമസോൺ റിവർ ബേസിൻ ഇസ് റെയിൻ ഫോറസ്റ്റ്. ഈ ആമസോൺ റിവറിൻ്റെ കരയിൽ എന്താണുള്ളത്? റെയിൻ ഫോറസ്റ്റ് ആണുള്ളത്, ആമസോൺ മഴക്കാടുകൾ. അറ്റക്കമ വിച്ച് ഈസ് ദ മോസ്റ്റ് എയറിഡ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഈസ് അനദർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക. ഏറ്റവും കൂടുതൽ വരണ്ട കാലാവസ്ഥയുള്ള ഒരു മരുഭൂമിയും ഈ സൗത്ത് അമേരിക്കയിലാണ് ഉള്ളത്. Climate. As it is in the equatorial region, the northern region of South America is very hot and gets plenty of rainfall. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള പോലെ തന്നെ നോർത്തേൺ സൈഡിൽ എന്താണുള്ളത്? സൗത്ത് അമേരിക്കയുടെ മുകൾ ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ചൂടായിരിക്കും. പക്ഷേ ചൂടുണ്ടെങ്കിൽ പോലും
റെയിൻഫോൾ കൂടുതലുണ്ടാകും, മഴ കൂടുതലുണ്ടാകും. സദേൺ മോസ്റ്റ് റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. സദേൺ റീജിയനിൽ വളരെ നല്ല തണുപ്പാണ് ഉള്ളത്, എക്സ്ട്രീം കോൾഡാണ്. സൗത്ത് അമേരിക്ക വിച്ച് ഇൻക്ലൂഡ്സ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇസ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ മുന്നിലാണ് ആമസോൺ ഫോറസ്റ്റ്. വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും പക്ഷിമൃഗാദികളും സസ്യങ്ങളും ഒക്കെ ഉള്ളതാണ് ആമസോൺ ഫോറസ്റ്റ്. ദിസ് പ്ലേസ് ഈസ് ഫേമസ് ഫോർ ആമസോൺ വാട്ടർ ലില്ലി. ഇപ്പോൾ ആമസോൺ മഴക്കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആമസോൺ വാട്ടർ ലില്ലി, ആമസോണിലെ താമരപ്പൂക്കൾ, ആമ്പൽപ്പൂക്കൾ അവിടെ ഉണ്ടാവും, വലിയ ഇലകളുള്ള വലിയ ആമ്പൽപ്പൂക്കൾ. ആനക്കോണ്ട പാമ്പുകൾ, പെരുമ്പാമ്പ് അവിടുത്തെ പ്രത്യേകതയാണ്. ദ ആൻഡീസ് മൗണ്ടൻസ് ഇൻ സൗത്ത് അമേരിക്ക ഈസ് എ ഹാബിറ്റഡ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് കോൾഡ് ആൻഡേറിയൻ ലുപ്പിൻ ആൻഡ് മാമൽ സച്ച് ആസ് ലാമയും ആൻഡേറിയൻ ലുപ്പിനും ഉള്ളത് ആൻഡീസ് മൗണ്ടൻ്റെ താഴ്വരയിലാണ്. പെൻറ്റനാൽ ഇൻ സൗത്ത് അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. പെൻറ്റനാലാണ് അമേരിക്കയിലുള്ള ഏറ്റവും വലിയ വെറ്റ്ലാൻഡ്. മാമൽ കോൾഡ് കാപ്പിബറ ക്യാൻ ബി സീൻ ഇൻ ദിസ് ഏരിയ. ഇപ്പോൾ കാപ്പിബറേനെ കാണുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിൽ മാത്രമാണ് കാപ്പിബറ ഉള്ളത്. കാപ്പിബറേനെ കാണുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സം ഫ്ലോറ ആൻഡ് ഫ്യൂണ ഇൻ സൗത്ത് അമേരിക്ക ആർ ഷോൺ ഇൻ ദ പിക്ചർ. ആൻറ്റേനിയൻ ലുപ്പിൻ ഉണ്ട്, ആമസോൺ വാട്ടർ ലില്ലി ഉണ്ട്, ലാമ ഉണ്ട്, കാപ്പിബറ ഉണ്ട്. And you collect the pictures of the details of different flora and fauna of South America with the help of information and communication technology and prepare a wall magazine. ഇപ്പോൾ ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോറേനെയും ഫ്യൂണയുടെയും ഒരു പിക്ചേഴ്സൊക്കെ എടുത്തിട്ട്. മോസ്റ്റ് ഓഫ് ദ സൗത്ത് അമേരിക്ക എൻഗേജ് ഇൻ അഗ്രികൾച്ചറൽ ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രി. ഞാൻ ആദ്യം ഇട്ട വീഡിയോക്കകത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ഇത് റീയൂസ്ഡ് കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടത്. നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ സൗത്ത് അമേരിക്കൻസ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ കൃഷിയും മത്സ്യബന്ധനവും വ്യവസായവുമാണ് ഇവരുടെ മെയിനായിട്ടുള്ള ജോലി. ദിസ് കോണ്ടിനെൻറ്റ് ഇസ് റിമാർക്കബിൾ ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. സാംസ്കാരികമായിട്ടുള്ള വ്യത്യസ്തത ഈ ഒരു കോണ്ടിനെൻറ്റിലുണ്ട്. ഇൻഡിജിനസ് പീപ്പിൾ ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്. ഈ എല്ലാ ആൾക്കാരും സൗത്ത് അമേരിക്കയിൽ ഉണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത പാർട്ടായിട്ട് ഇട്ടിട്ട് അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർക്കലുകളൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.